ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വീട് കേട്ടോ, ഇടുക്കിയിലാണ്. ഞങ്ങൾ ഓണത്തിന് പോയേക്കുമായിരുന്നു വീട്ടിൽ. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഇഞ്ചിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇഞ്ചി കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഇതെന്താ മൂട്ടിൽ നല്ല രീതിയിൽ മൂത്ത് നിൽക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ. ഒരു മാവ് നിൽപ്പുണ്ട് നമ്മുടെ മുറ്റത്ത്. പിന്നെ അതുപോലെ കാപ്പിക്കുരുവൊക്കെ രണ്ടാമത് വട്ടം ഉണ്ടായി നിൽക്കുന്ന കാപ്പിക്കുരു. ആദ്യമൊക്കെ നമ്മൾ അതെടുത്ത് കഴിഞ്ഞ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ അമ്മ കുറച്ച് മഞ്ഞളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഓടൊക്കെ വെച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്താണ് അത് നട്ടിട്ടുള്ളത്. മേലോട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ കാൽ വേത്തനം കയറി പോയില്ല ഫ്രണ്ട്സ്. ഇത് നമ്മുടെ കുരുമുളക്, ഇതൊക്കെ രണ്ടാമത് തവണ ഉണ്ടായി നിൽക്കുന്നതാണ്. ഇതൊക്കെ പഴുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അത് കണ്ടോ, ഒന്ന് രണ്ടൊക്കെ പഴുത്തേ ഉള്ളൂ. ഇത് നമ്മുടെ മുറ്റത്തുള്ളൊരു കാന്താരിയാണ്, വെള്ളക്കാന്താരിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അമ്മ താണ്ടേ ഏലക്ക എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം അടുത്ത് കുറേ ഉണ്ടായിട്ടുണ്ട് ഏലക്ക. നല്ല വിലയുള്ള സമയമാണ് ഇപ്പോൾ ഏലക്കയ്ക്ക്. അതുകൊണ്ട് മഴയൊന്നും വെച്ചില്ല. അമ്മ പതുക്കെ ഏലക്ക എടുക്കുന്നുണ്ട്. താഴോട്ടൊക്കെ ഉണ്ട്, ഞാൻ ഇറങ്ങി പോകാൻ പറ്റിയില്ല. എനിക്ക് കാണാമെന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ താഴത്തോട്ടൊക്കെ ഒരു തോടൊക്കെ ഉണ്ട്, അത് കാണാൻ പോകണമെന്നൊക്കെ ഉണ്ട്, പറ്റിയില്ല. ഇതാണ് ജാതി മരം. ഒരു ജാതിക്ക കിടപ്പുണ്ട്, നല്ല പഴുത്ത് കിടക്കുന്ന ഒരു ജാതിക്ക. ഇതല്ല തോനെ ഉണ്ടാവും, ഒരുപാട് ഉണ്ടാകുന്ന സമയം കഴിഞ്ഞ്. ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുപാട് കേട്ടോ, പരിസരങ്ങളൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ. താഴോട്ടൊക്കെ കുരുമുളക് ഇതെല്ലാം ഉണ്ട്. ഇപ്പം മഴ സീസണായാലും ഇറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ ഇപ്പോൾ കറുനാരങ്ങ അല്ല കേട്ടോ, നമ്മൾ കഴിക്കണ നാരങ്ങ തോന്നുന്നു കണ്ടിട്ട്. അതുകൊണ്ട് അടുത്ത വീട്ടിലെ പറമ്പിലുണ്ടല്ലോ കുടംപുളി കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ മീൻകറിക്കൊക്കെ ഉപയോഗിക്കുന്ന കുടംപുളി, അത് പഴുത്ത് കിടക്കും. ഇനി നമ്മളത് അടുപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് നല്ല തീയൊക്കെ ഇട്ട് അത് നല്ലതായിട്ട് ഉണക്കിയൊക്കെ എടുക്കും. ഇത് പഴുത്തിട്ട് ഇതെല്ലാം അമ്മ കുറേ പറക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുറ്റത്തു നിന്നുള്ള വ്യൂ. നല്ലൊരു മലയാണ് അങ്ങ് സൈഡിൽ. അങ്ങനെ നല്ല മഞ്ഞൊക്കെ ഉള്ളപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ചാനൽ കാണുന്നവർ കേട്ടോ. ബായ്.